ബഹിരാകാശ സാങ്കേതിക വികസനത്തിന് 1000 കോടി രൂപ. ചന്ദ്രയാൻ 3 ദൌത്യത്തിന്റെ വിജയത്തിന് പിന്നാലെ ബഹിരാകാശ സാങ്കേതിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് 1000 കോടി രൂപയുടെ ഫണ്ട് നീക്കിവെച്ച കേന്ദ്ര ബഡ്ജറ്റ്. ഇത് 180-ലധികം സർക്കാർ അംഗീകൃത ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബഹിരാകാശ മേഖലയിലെ പര്യവേക്ഷണത്തിന് ഉപയോഗിക്കുന്ന റോക്കറ്റുകൾ, ഉപഗ്രഹങ്ങൾ, പേടകങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ശ്രദ്ധേയമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചതായും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് പ്രസംഗത്തിനിടെ പറഞ്ഞു. നിലവിൽ 18 കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങൾ, 9 നാവിഗേഷൻ ഉപഗ്രഹങ്ങൾ, 3 കാലാവസ്ഥാ ഉപഗ്രഹങ്ങൾ, 20 ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന 55 സജീവ ബഹിരാകാശ ഉപഗ്രഹങ്ങൾ ഇന്ത്യയ്ക്കുള്ളതായി സാമ്പത്തിക സർവേയിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ ചന്ദ്രയാൻ 3 ഇറക്കി വിജയം സ്വന്തമാക്കിയിരുന്നു. ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി ഇറങ്ങുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരുന്നു. ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയതിലൂടെ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ കൂടുതൽ പര്യവേക്ഷണങ്ങൾ നടത്താനാകുമെന്നാണ് കരുതുന്നത്. ജൂലൈ 14 ആയപ്പോഴേക്കും ചന്ദ്രയാൻ 3 ദൌത്യം വിജയകരമായതിന്റെ 1 വർഷം പൂർത്തിയായി. ഇത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ കഴിവുള്ള രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പായി രാജ്യത്തെ ഉയർത്തിയ നാഴികക്കല്ലാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ദൌത്യം വിജയകരമായി വിക്ഷേപിച്ചു. ഇത് ശ്രദ്ധേയമായ നേട്ടങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് കളമൊരുക്കി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിലേക്കുള്ള ചന്ദ്രയാൻ 3യുടെ യാത്ര കൃത്യതയും നൂതനത്വവും കൊണ്ട് അടയാളപ്പെടുത്തി. 1 മാസത്തെ യാത്രയ്ക്ക് ശേഷം 2023 ഓഗസ്റ്റ് 5 പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഓഗസ്റ്റ് 23 വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം തൊട്ടപ്പോൾ ദൌത്യത്തിന്റെ കിരീട മുഹൂർത്തം വന്നു. സോഫ്റ്റ് ലാൻഡിംഗ് നേടുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഈ വെല്ലുവിളി നിറഞ്ഞ മേഖലയിലും ഇന്ത്യ ആ നേട്ടം കൈവരിച്ചു. വിജയകരമായ ലാൻഡിങ്ങിനെ തുടർന്നാണ് പ്രഗ്യാൻ റോവറിന്റെ വിന്യാസം. അത് ചന്ദ്രോപരിതലത്തിൽ പര്യവേക്ഷണം ആരംഭിച്ചു. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രഗ്യാൻ ഏകദേശം 100 മീറ്റർ പിന്നിടും. വിവിധ പരീക്ഷണങ്ങൾ നടത്തി വിലപ്പെട്ട വിവരങ്ങൾ ഭൂമിയിലേക്ക് തിരികെ അയക്കും. റോവറിന്റെ കണ്ടെത്തലുകൾ ചന്ദ്രന്റെ മണ്ണിലെ സൾഫറിന്റെയും മറ്റ് മൂലകങ്ങളുടെയും കണ്ടെത്തൽ ഉൾപ്പെടെ ചന്ദ്രന്റെ ഘടനയെക്കുറിച്ചുള്ള നിർണായക ഉൾക്കാഴ്ചകൾ നൽകിയിട്ടുണ്ട്. ചന്ദ്രോപരിതലത്തിൽ ജലതന്മാത്രകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതാണ് ദൌത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലൊന്ന്. ഭാവിയിലെ ചാന്ദ്ര പര്യവേക്ഷണത്തിനും ചന്ദ്രനിലെ മനുഷ്യവാസത്തിനും ഈ കണ്ടെത്തലിന് വലിയ സ്വാധീനമുണ്ട്. ചന്ദ്രയാൻ 3 ശേഖരിച്ച ഡാറ്റ ചന്ദ്രന്റെ ഭൂമിശാസ്ത്ര ചരിത്രത്തെയും അതിന്റെ ധ്രുവ പ്രദേശങ്ങളെ രൂപപ്പെടുത്തിയ പ്രക്രിയകളെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിനും കാരണമായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.